എന്തു രസമായിട്ടാണ് കാലം കണക്കു തീർക്കുന്നത്. ഞാൻ ആദ്യമായി കാണുന്ന സിനിമ ബാബുമോനാണ്. അന്ന് ഭയങ്കര പാപബോധത്തോടെയാണ് വീട്ടിലേക്ക് പോയതും കിടന്നുറങ്ങിയതും. വാസ്തവത്തിൽ അന്നു ശരിക്കും ഉറക്കം വന്നിരുന്നില്ല. UP സ്കൂളിലെ ഒരു കുട്ടിയിലുണ്ടാക്കിയ പാപബോധം അത്ര ചെറുതായിരുന്നില്ല. ആ മഹാപാപം ചെയ്തതിനു പലവട്ടം പടച്ചവനോട് തൗബ ചെയ്തു ഖേദിച്ചു മടങ്ങി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ടത്. ജംബുലിംഗം. ബാബുമോൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ജംബുലിംഗം കളറും. ഉമ്മയുടെ മൂത്ത ആങ്ങള ഷാഹുൽ ഹമീദ് ഞങ്ങൾ ഇക്കാക്ക എന്നാണ് വിളിക്കാറ്. മൂപ്പർ ഒരു പരിഷ്കാരിയാണ്, അതിസുന്ദരൻ. മൂപ്പർ ഒരു ചെറിയ പെരുന്നാൾ ദിനം ഞങ്ങളെയും കൂട്ടി മൂപ്പരുടെ മഹീന്ദ്ര ജീപ്പിൽ ചെറുവത്തൂരിൽ നിന്നും കണ്ണൂർക്ക് വിട്ടു. അവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു, ബീച്ചിൽ പോയി, പിന്നെ ഏതോ ഒരു തിയേറ്ററിൽ വെച്ച് സിനിമയും കാണിച്ചു തന്നു. മഹാ അത്ഭുതമായിരുന്നു സിനിമ. മൂപ്പർ ആ വിവരം വീട്ടിലറിയിക്കേണ്ടെന്ന് ചട്ടം കെട്ടി. എന്തോ ബാബുമോൻ കണ്ടപ്പോൾ ഉണ്ടായത്ര പാപബോധം 2ാം വട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ വർഷം 2 കഴിഞ്ഞു. പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നതിനു ശേഷമാണ് സിനിമ ഹരമായത്. അന്നാണ് സർവകലാശാല കണ്ട് ലാൽ ഫാനായത്. 1985 നിന്നും 2025 മുസ്ലിം സമുദായം എത്ര ദൂരം നടന്നു. സിനിമയ്ക്ക് പോകുന്നതും കാണുന്നതും എന്തിന്, സിനിമയ്ക്ക് പോകുവാൻ വാഹനത്തിൽ കയറ്റുന്നതുപോലും കൊടും പാതകമായി കണ്ടിരുന്ന സമുദായം നിരന്തരം അതിനെ ഹറാമാക്കി. രാപ്രസംഗങ്ങളിൽ, വെള്ളിയാഴ്ച ഖുതുബകളിൽ ഒക്കെ സിനിമയ്ക്കെതിരെ അതിശക്തമായ പ്രചരണമായിരുന്നു നാളിതുവരെ നടന്നത്. ഇപ്പോഴും അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. ഇന്നലെ ആ സമുദായത്തിലെ പുതിയ തലമുറയിലെ സ്ത്രീ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി. സിനിമയിലെ മുസ്ലിം സമുദായത്തിനകത്തെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതീവ ദുഷ്കരം തന്നെയാണ്. നിലമ്പൂർ ആയിഷയും സീനത്തുമൊക്കെ വഴിവെട്ടിയവരാണ്. അവരോടൊക്കെ കടുത്ത അമർഷം നിരന്തരം രേഖപ്പെടുത്തിയിരുന്നു. മതത്തെ ആധുനിക സമൂഹം എങ്ങനെയാണ് പരിഷ്കരിക്കുന്നതെന്ന് നിരന്തരം നിശബ്ദ പോരാട്ടത്തിലൂടെ തെളിയിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ. പണ്ഡിത ഫത്വകൾ നിരന്തരം പുറപ്പെടുവിക്കുമ്പോഴും സ്റ്റേജുകളിലും വേദികളിലും സദസ്സുകളിലും മതമുതലാളിമാർ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും മറകെട്ടി തിരിക്കുകയും ചെയ്യുമ്പോഴും അതൊക്കെ പാടെ അവഗണിച്ച് അവർ അവരുടെ സർഗാത്മകതയിൽ ആഘോഷിക്കുകയാണ്. പണ്ഡിത വേഷത്തെ നോക്കി ഉള്ളാലെ ചിരിക്കുകയാണ്. കാലം എന്തു ഭംഗിയിലാണ് ചരിത്രത്തെ രൂപപ്പെടുത്തുന്നത്. ഷംല അത്രമേൽ അടയാളപ്പെടുത്തണം.